റോന്ത് മൂവി തിയേറ്ററിൽ പോയി കാണേണ്ട മസ്റ്റ് വാച്ച് പടം. ഷായ് കബീറിൻ്റെ ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇലവഴപ്പൂഞ്ചിറയിൽ മൂപ്പര് തുടങ്ങി, നായാട്ട്, ഓഫീസറും ഡ്യൂട്ടി, ജോസഫ്, ഇങ്ങനെ നല്ല അൾട്ടിമേറ്റ് കിടിലം പടങ്ങളൊക്കെ ചെയ്തു വെച്ചു. അതിൻ്റെ എല്ലാം മുകളിൽ മറ്റൊരു കിടിലം സാധനം ഇറക്കിയിട്ടുണ്ട്. ഇയാളുടെ സ്ക്രിപ്റ്റ് എല്ലാം പോലീസ് ബേസ്ഡ് സ്റ്റോറി ആണെങ്കിലും ഇതിനകത്ത് നമ്മൾ എന്താ പറയുക, കിടിലം പടം, അതും തിയേറ്ററിൽ കാണേണ്ട ഒരു പടം. ഒറ്റ ദിവസത്തെ കഥയേ ഉള്ളൂ, ഒരൊറ്റ ദിവസം. അതിനകത്ത് 2 ക്യാരക്ടേഴ്സ് അങ്ങോട്ട് വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ അതിൻ്റെ ഒപ്പം ശ്വാസം വിടാണ്ടിങ്ങനെ നമ്മൾ പോകും. ഇൻ്റർവെല്ലിന് വേണ്ടി ശ്വാസം വിട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അഭിനയം അതിന് കൈയടിക്കാണ്ട് മക്കളെ നിങ്ങൾക്ക് മാറിക്കാൻ പറ്റില്ല. യോനിച്ചൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനൊപ്പം ത്രൂ ഔട്ട് നമ്മൾ സിനിമയിലൂടെ സഞ്ചരിക്കും. ഇയാളുടെ ഇമോഷണൽ സ്വിച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരേ സമയം ദേഷ്യം, സങ്കടം, അയാളുടെ ഫ്രസ്ട്രേഷൻ, അങ്ങനെ ഒരുപാട് മൊമെൻറ്റ്സ് അയാൾ ഭയങ്കരമായിട്ട് സ്വിച്ച് ചെയ്യുന്നുണ്ട്. അതെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അഭിനയിക്കുന്ന ആക്ടേഴ്സ് എല്ലാവരും ചുമ്മാ മത്സരിച്ച് അങ്ങോട്ട് അഭിനയിക്കുക. ഒരാളുടെ പോലെ ഒരു അഭിനയത്തിൽ നമുക്കൊരു മോശം എന്ന് പറയാനില്ല. അത്ര അടിപൊളിയായിട്ട് ഓരോ ക്യാരക്ടേഴ്സ് എല്ലാം അടിപൊളിയായിട്ട് അഭിനയിച്ചാണ്. സംഭവം സിമ്പിളാണ് ബട്ട് പവർഫുള്ളാണ്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിന് പ്രൊമോഷൻ എന്ന് പറയുന്ന സാധനമില്ല. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാരിലേക്ക് എത്താത്തതും ആൾക്കാർ തിയേറ്ററിൽ പോകാത്തതും പടം കാണാത്തതെന്നത് ഉറപ്പാണ്. ഒരു ആവറേജ് പടം നല്ല പ്രൊമോഷൻ ആണെങ്കിൽ ജയിച്ചു പോകും. പക്ഷേ ഏറ്റവും നല്ല പടം പ്രൊമോഷൻ ഇല്ലെങ്കിൽ ആരും കാണില്ല എന്നുള്ളത് വലിയൊരു ഉദാഹരണം തന്നെയാണ് റോന്ത് എന്ന് പറഞ്ഞ സിനിമ. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് നെക്സ്റ്റ് ഡേ ആ ഷോ അവിടെ നിന്ന് മാറ്റി, ആൾക്കാർ കുറവാന്ന് പറഞ്ഞിട്ട്. പക്ഷേ മക്കളെ, ഈ പടം കണ്ടില്ലേ, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി 2025 മിസ്സാവുന്ന ഏറ്റവും മികച്ചൊരു പടമായിരിക്കും. ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന മനുഷ്യന് അവാർഡ് കൊടുക്കാണ്ടൊന്നും ഈ പടം മുന്നോട്ട് പോകുന്നത് എനിക്കറിയില്ല. കാരണം ഒരു പക്ഷേ സ്പെഷ്യൽ ജൂറി അവാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഒഴിവാക്കുമായിരിക്കും. പക്ഷേ മോനെ, ദിലീഷ് പോത്തൻ ഈസ് ഓസം. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല. ഇയാളുടെ ഇനിയും കുറേ കഥകളുണ്ട്, പോലീസ് ബേസ്ഡ് സ്റ്റോറീസ്. അതെല്ലാം എന്താവും ഓർത്തിട്ട് തല പെരുത്തിട്ട് പാടില്ല. വലിയ റിവ്യൂവർ ഒന്നുമല്ല ഞാൻ, പക്ഷേ ഈ പടം നിങ്ങൾ മിസ്സാക്കരുത്. അത്ര നല്ലൊരു മൂവിയാണ്. റോഷനും ദിലീഷ് പോത്തനും കൂടി തകർത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരു പടം. ഒരുപാട് ഇമോഷനിൽ കടന്നു പോയിട്ട് നമ്മുടെ തലയിലൊരു പെരുപ്പായിരിക്കും പടം കണ്ട് ഇറങ്ങി കഴിയുമ്പോൾ. അതൊക്കെ എപ്പോൾ മാറുന്നു വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഇൻ്റർവെല്ലിന് മാത്രം ശ്വാസം വിടാൻ കിട്ടിയ ഒരു സമയം, അപ്പോൾ പോലും നമ്മളിങ്ങനെ റീകോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ മൊമെൻറ്റ്സ് എല്ലാം. അപ്പോൾ വേഗം വിട്ട് പോയി പടം കണ്ടിട്ട് പോവാം. ഓക്കെ.